എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ദാ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പം മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണാതെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് അറിയണ്ടേ 14 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിനകത്ത് കേരളത്തിൽ ജോലി കിട്ടുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? എളുപ്പമുള്ള ജോലിയുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ഓരോ പോസ്റ്റിന്റെയും ജോലി സ്വഭാവം എന്താണെന്ന് അറിയണ്ടേ? മാത്രമല്ല ഏതാണ് ഏറ്റവും മികച്ച പോസ്റ്റ് എന്ന് അറിയണ്ടേ? പ്രൊമോഷൻ സാധ്യത കൂടുതലുള്ള പോസ്റ്റ് ഏതാണെന്ന് അറിയണ്ടേ? ഓക്കെ, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് മനസ്സിലാക്കാം. അവസാനം പോസ്റ്റ് പ്രിഫറൻസ് എങ്ങനെ നമുക്ക് കൊടുക്കാം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഓക്കെ, ഇവിടെ നോക്കിയാടാ, ഫസ്റ്റ് ഈ കാണുന്ന 14 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓരോ പോസ്റ്റിനും ഓരോ ജോലി സ്വഭാവമാണ്, ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് വേണ്ടത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ 5 ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, രണ്ടാമത്തേത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മൂന്നാമത്തേത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ദെൻ നാലാമത്തേത് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അഞ്ചാമത്തേത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ 5 ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതായത് 14 പോസ്റ്റുകൾ. ഈ 14 പോസ്റ്റുകൾ ഈ 5 ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കുക, ഈ ആദ്യത്തെ 4 ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 എണ്ണം ടെക്നിക്കലാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 4 എണ്ണം ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് കഴിഞ്ഞ് ട്രാഫിക് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാഫിക് വന്നിട്ട് എങ്ങനെയാണ്, നോൺ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആണ്. അങ്ങനെ 5 ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ 14 പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കി, ഈ 5 ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾ കണ്ടു. ഒന്ന് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, രണ്ടാമത്തേത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മൂന്നാമത്തേത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, നാലാമത്തേത് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അഞ്ചാമത്തേത് ട്രാഫിക് ആണ്. ഇവിടെ നോക്കുക, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 4 പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒന്ന് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ, രണ്ടാമത്തേത് അസിസ്റ്റന്റ് ബ്രിഡ്ജ്, മൂന്നാമത്തേത് ട്രാക്ക് മെയിന്റനർ, ദെൻ അത് കഴിഞ്ഞ് നാലാമത്തേത് അസിസ്റ്റന്റ് പെർമനന്റ് വേ. അത് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഏറ്റവും അധികം പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 5 പോസ്റ്റുകളാണ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ്, രണ്ടാമത്തേത് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ, മൂന്നാമത്തേത് അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷൻ, അതിന്റെ വർക്ക്ഷോപ്പ്, പിന്നെ അത് കഴിഞ്ഞ് അവസാനമായിട്ട് അസിസ്റ്റന്റ് ട്രാക്ഷൻ ഡിപ്പാർട്ട്മെന്റ് TRD, ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ദെൻ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ 3 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഒന്ന് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ, ദെൻ അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ, ദെൻ അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്ക്. അത് കഴിഞ്ഞ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്, അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. ട്രാഫിക് ആണെങ്കിൽ ഒരു പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു, പോയിന്റ്സ് മാൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വർക്ക്ഷോപ്പിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഒരു വർക്ക്ഷോപ്പ് പോസ്റ്റ് ആണ്. ഇപ്പൊ ഉദാഹരണം നോക്കുകയാണെങ്കിൽ വർക്ക്ഷോപ്പ് പോസ്റ്റ് കിടക്കുന്ന ഏതൊക്കെയുണ്ട്, നമ്മുടെ മെക്കാനിക്കലിന് കീഴിലുള്ള അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്ക്, അതേപോലെ ഇലക്ട്രിക്കലിന് കീഴിലുള്ള അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് AC. ഇതിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്തില്ല, പ്രൊഡക്ഷൻ യൂണിറ്റുകളില്ല. നേരെ നമ്മൾ തൃശ്ശിയിലോ ചെന്നൈയിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ പോവേണ്ടി വരുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇവിടെ കേരളത്തിൽ ജോലി കിട്ടണമെങ്കിൽ കൂടുതലും സാധ്യത B1 മെഡിക്കൽ സ്റ്റാൻഡേർഡിന് മേളിലുള്ളവർക്കാണ് കേരളത്തിൽ ജോലി കിട്ടാനായിട്ട് കൂടുതൽ സാധ്യത. കാരണം ഇതാണ് നേരെ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി അതിന് താഴെയുള്ള പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ B2 ആയിക്കോട്ടെ, C1 ആയിക്കോട്ടെ, C2 ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ജനങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന തരത്തിലേക്കുള്ള നിയമനങ്ങൾ എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടോ ട്രെയിനുമായിട്ടോ നേരിട്ട് ബന്ധമുള്ള പോസ്റ്റുകളോ നമുക്ക് കിട്ടത്തില്ല. അതൊക്കെ നേരെ നമുക്ക് എങ്ങോട്ട് കിട്ടാനാണ് സാധ്യത കൂടുതൽ, പ്രൊഡക്ഷൻ യൂണിറ്റിലോ വർക്ക്ഷോപ്പിലോ ആയിരിക്കും നമുക്ക് ജോലി കിട്ടാനായിട്ട് സാധ്യത കൂടുതൽ. ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാവും. ഈ വീഡിയോ അതിലെല്ലാം നിങ്ങളെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം ഓരോ പോസ്റ്റിന്റെയും ജോലി എന്താണ്. ഇതൊരു ലെങ്തി വീഡിയോ ആയിരിക്കും, കാരണം 14 പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റിന്റെ ജോലി സാധ്യതകൾ മനസ്സിലാക്കണം, അത് കഴിഞ്ഞ് പ്രൊമോഷൻ ചാൻസ് മനസ്സിലാക്കണം, കേരളത്തിൽ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ അത് മനസ്സിലാക്കണം. എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഒന്ന് അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ആണ്. അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ വരുന്നത്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ കണ്ടായിരുന്നോടാ, ഒരു കുട്ടി ഇങ്ങനെ കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടായിരുന്നോ? ഓക്കെ, ഇതാണ് ജോലി. അതായത് ജോലി എന്ന് വെച്ചാൽ ആവശ്യമായ ട്രാക്കുകളിലേക്ക് ട്രെയിനിനെ നയിക്കാൻ ലിവർ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക, ഫ്ലാഗ് വെക്കുക, എന്നിട്ട് പച്ചയാണെങ്കിൽ ട്രെയിന് മുന്നോട്ട് പോകാം, ചുവപ്പാണെങ്കിൽ അവർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കുന്ന കാണില്ലേ, ഒരു 10-9ഓളം
അതേപോലുള്ള ഫ്ലാഗ് മോഡലുകളും ഉണ്ട്. അതൊക്കെ ചെയ്യുന്ന ആരാണ്? അവരാണ് ചെയ്യുന്നത്. അപ്പൊ ട്രെയിന് പോവാനും ട്രെയിൻ നിർത്താനും കൊടിയൊക്കെ ഇങ്ങനെ സ്റ്റേഷനിലൊക്കെ വെച്ചുകൊണ്ട് നിൽക്കത്തില്ലേ, അതാണ് ഒന്നാമത്തെ ജോലി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇത് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കിട്ടാം, റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കിട്ടാം, ബാക്കിയുള്ള പോസ്റ്റുകളിലും നമുക്ക് കിട്ടാം. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ സ്റ്റേഷൻ മാസ്റ്ററൊക്കെ ഒരു മെഷീനൊക്കെ കാണത്തില്ലേ, അങ്ങനെ സ്റ്റേഷൻ മാസ്റ്ററൊക്കെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അവിടെയും നമുക്ക് എന്ത് കിട്ടാം? നമുക്ക് ജോലി കിട്ടാം. ഇതാണ് ഇതിന്റെ ജോലി. ഈ ജോലിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? സ്ത്രീകൾ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നത്, സ്ത്രീകൾ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നത് ഏത് ജോലിയാണ്? അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ആണ്. ഓക്കെ, അത്യാവശ്യം എളുപ്പം എന്ന് പറയാം, ഒരു ഡൗട്ടും ഇല്ല. തമ്മിൽ ഭേദം തൊമ്മൻ, അത്യാവശ്യം എളുപ്പം എന്ന് പറയാം. പക്ഷെ സ്ത്രീകൾ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്ന ഏതാണ്? ഈ പോസ്റ്റ് ആണ്. മാത്രമല്ല ഇത് കേരളത്തിൽ ജോലി കിട്ടാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ, ഇതിന് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് എത്രയാണെന്നറിയോ? ഇതിന് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ്. ഓക്കെ, A2. അതായത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 സ്റ്റാർട്ട് ചെയ്യുന്നത്. A1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അത് കഴിഞ്ഞ് A2 ഒരു പ്രത്യേകതയുണ്ട്. സ്പെക്സ് വെക്കുന്നവർക്ക് ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആർക്കും ഈ പോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾ ഹാൻഡിക്യാപ്ഡ് ആണ്, അല്ലെങ്കിൽ വിഷൻ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, കണ്ണട വെക്കുന്നവരാണ്, അങ്ങനെയുള്ള ആർക്കും ഈ പോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏറ്റവും വേണ്ട ഡിമാൻഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ഡിയിലെ ലെവൽ 1 ഒരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹെൽത്തി, നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ ഒരു വനിതയാണെന്ന് സങ്കല്പിച്ചോ, നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ജോലി വേണം, അല്ലെങ്കിൽ മെയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ചെയ്ത് കൊടുക്കാം, പോയിന്റ്സ്മാന് കൊടുക്കാം, നല്ല ജോലിയാണ്. ഓക്കെ, മാത്രമല്ല പ്രൊമോഷൻ ചാൻസ് ബാക്കിയൊക്കെ കൂടുതലാണ്. നിങ്ങൾക്ക് ടിക്കറ്റ് കളക്ടറായിട്ടോ ട്രെയിൻസ് മാനേജറായിട്ടോ സ്റ്റേഷൻ മാസ്റ്ററായിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രൊമോഷൻ കിട്ടി ടെസ്റ്റ് ചെയ്ത് നമുക്ക് മെയിലിലോട്ട് പോകാം. അവിടെ മനസ്സിലാക്കുക എങ്ങനെയാണ് പ്രൊമോഷൻ ചാൻസ് എന്ന് വരുന്നത് വെച്ചാൽ, രണ്ട് തരത്തിലാണ് പ്രൊമോഷൻ ചാൻസ് വരുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുകളിലേക്ക് പോവാം. രണ്ടാമത്തേത്, നമുക്ക് കാലം കഴിഞ്ഞ് നമുക്ക് മെയിലോട്ട് പോകുമ്പോൾ കുറെ പ്രൊമോഷൻ കിട്ടും. പക്ഷേ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ, ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ +2 ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ പോസ്റ്റിൽ നിന്ന് പ്രൊമോഷൻ കിട്ടാൻ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ചാൻസ് കൂടുതലായിരിക്കും. 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് മെയിലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോവാം. അതായത് ടിക്കറ്റ് കളക്ടറായിട്ടോ ട്രെയിൻസ് മാനേജറായിട്ടോ സ്റ്റേഷൻ മാസ്റ്ററായിട്ടോ ഒക്കെ നമുക്ക് മെയിലിലേക്ക് പോവാം. ഇവിടെ സാലറി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് 30,000+ നിങ്ങൾക്ക് സാലറി കിട്ടും. ഓക്കെ, അതായത് ഓർത്ത് വെച്ചേക്കാം, ഇപ്പോൾ ബേസിക് പേ വരുന്നത് 18,000 എന്നാണ് എല്ലാ പോസ്റ്റിനും പറയുന്നത്. ലെവൽ 1 പോസ്റ്റുകളുടെ എല്ലാം തന്നെ ബേസിക് പേ 18,000 ആണ്. പക്ഷേ DA 54% ഉണ്ട്, TA ഉണ്ട്, HRA ഉണ്ട്, അങ്ങനെ ഒരുപാട് അലവൻസസ് ഉണ്ട്. ഗ്രൂപ്പ് ഡിയിൽ ഏത് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറിയാലും മിനിമം സ്റ്റാർട്ടിങ് 30+ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ചില പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ അതിനേക്കാളും കൂടുതൽ കിട്ടും. കാര്യം അതിനൊക്കെ ട്രാവലിംഗ് അലവൻസും ബാക്കിയെല്ലാം കാണും. മിനിമം 30 നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഉറപ്പിക്കാം. ഒരു 28+ മിനിമം ഗ്യാരണ്ടിയാണ്. 30 തന്നെയാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് നേരെ നമുക്ക് രണ്ടാമത്തെ പോസ്റ്റിലേക്ക് പോവാം. സോ രണ്ടാമത്തേത് അസിസ്റ്റന്റ് ട്രാക്ക് മാൻ എഞ്ചിനീയറിംഗ്. അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ആണ്. ഇത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് വരുന്നത്. നിങ്ങൾ ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലത്തെ ഒരു മെഷീൻ കണ്ടിട്ടുണ്ടോ? ഈ മെഷീൻ റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ടേക്കുന്ന കാണാൻ പറ്റും. നിങ്ങൾക്ക് കൊല്ലത്തൊക്കെ ഈ സാധനം സ്ഥിരമായിട്ട് കാണാം, കൊച്ചുവേലിയിൽ സ്ഥിരമായിട്ട് കാണാം, പാലക്കാട് പോവുകയാണെങ്കിൽ സ്ഥിരമായിട്ട് കാണാം, എറണാകുളത്ത് കാണുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ഒരു മെഷീനൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ മെഷീനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാക്ക് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാക്ക് മെഷീൻ. അപ്പൊ ഈ ട്രാക്ക് മെഷീനെ അസിസ്റ്റ് ചെയ്യുക, ഇതാണ് ഇതിന്റെ ജോലി എന്ന് വെച്ചാൽ ഇതിനെ എന്ത് ചെയ്യുക? ഒന്ന് റിപ്പയർ ചെയ്യാം. അത് കഴിഞ്ഞ കാര്യക്ഷമമായ പ്രവർത്തനം ആവശ്യമായ ടൂളുകളുടെ ഗാഡ്ജറ്റുകളുടെ ലഭ്യത എന്ത് ചെയ്യുക? ഉറപ്പാക്കുക. മാത്രമല്ല ഈ മെഷീനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ റെയിൽ പാളം അതിന് അലൈൻ ചെയ്യുന്നത്, അതിനകത്ത് ബല്ലാസ്റ്റൊക്കെ എന്ത് ചെയ്യുന്നത്? ചല്ലി ബാക്കിയെല്ലാം നിർത്തുന്ന ബാക്കി അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ മെഷീനാണ് ചെയ്യുന്നത്. ഇതിനെ എന്ത് ചെയ്യുക? അസിസ്റ്റ് ചെയ്യുക. ഇതാണ് ജോലി. ഓക്കെ, അപ്പൊ ഇവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിട്ട് A3 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. A3. A3യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വിഷൻ പ്രോബ്ലം ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഓക്കെ, നിങ്ങൾ ലോ വിഷൻ ആണെന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഡെഫ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഹിയറിംഗിന് പ്രശ്നമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു കാലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഒരു കാലം മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത ലെപ്രസി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, ഡോർഫിസം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, നിങ്ങൾ ആസിഡ് അറ്റാക്ക് വിക്ടിം ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത്, അപ്പൊ ഇത്രയും ആണെങ്കിൽ ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ലോ വിഷൻ ആയവർക്ക് ഈ പോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചൊക്കെ, നിങ്ങൾ സ്പെക്സ് വെക്കുന്ന ഒരാളാണ്, നിങ്ങൾ ഈ പോസ്റ്റിൽ പ്രിഫറൻസ് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അവരൊരിക്കലും ഈ പോസ്റ്റ് എന്ത് കൊടുക്കരുത്? പ്രിഫറൻസ് കൊടുക്കരുത്. ഓക്കെ, ഈ ജോലി നമ്മൾ നോക്കുകയാണെങ്കിൽ ജോലി അത്യാവശ്യം പാടാണ്.
വലിയ പാടൊന്നും പറയാനില്ല, അത്യാവശ്യം പാടാണ്. ഓക്കെ, അപ്പൊ സാലറി വന്നിട്ട് ഇതൊരു ട്രാവലിംഗ് അലവൻസ് ഒക്കെ കിട്ടുന്ന പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 32,000 പ്ലസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ സാലറി നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത മൂന്നാമത്തേത് അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്. അപ്പൊ മൂന്നാമത്തേത് അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ആണ്. മൂന്നാമത്തെ പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്. അതായത് അസിസ്റ്റന്റ് ബ്രിഡ്ജ് ആണ്, അത് ഏത് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് വരുന്നത്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് വരുന്നത്. അപ്പൊ ഇതെന്താണ് ജോലി എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഉണ്ടായിരുന്നു, അതാ പാലങ്ങളൊക്കെ ഇങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റെയിൽവേ പാലങ്ങൾ ബാക്കിയൊക്കെ റിപ്പയർ ചെയ്യലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലിയായിട്ട് വരുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ റെയിൽവേ അതോറിറ്റിയുടെ കീഴിൽ പുതിയ പാലങ്ങളുടെ നിർമ്മാണത്തിൽ സഹായിക്കുക, പാലങ്ങൾ റിപ്പയർ ചെയ്യുക. ഇതാണ് അസിസ്റ്റന്റ് ബ്രിഡ്ജിന്റെ ജോലിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിട്ട് B1 ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 വേണ്ട, മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഈ സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്ന ഇങ്ങനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒരു കാഴ്ച കുറവാണെന്ന് സങ്കല്പിക്കാം, ഈ ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഡെഫ് ആണെന്ന് സങ്കല്പിക്കുക, ട്രെയിൻ വരുമ്പോൾ നമുക്ക് ആ സൗണ്ട് പോലും നമ്മൾ കേൾക്കത്തില്ല, ഈ ജോലി ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത് ലോ വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഡെഫ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, മൾട്ടിപ്പിൾ ഡിസോർഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ടെങ്കിൽ ലോ വിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും എന്ത് കൊടുക്കരുത്, പ്രിഫറൻസ് കൊടുക്കരുത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ഇതിന്റെ പ്രൊമോഷൻ ചാൻസ് എങ്ങനെയാ വരുന്നത്? പ്രൊമോഷൻ ചാൻസ് നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെയിലിലേക്ക് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് പോവാം. ഇവിടെ ഒരു ട്രാവലിംഗ് അലവൻസ് ഒക്കെ കിട്ടുന്ന പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ 32,000 പ്ലസ് സാലറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഞാൻ നേരത്തെ എന്റെ പ്രൊമോഷൻ ചാൻസ് പറഞ്ഞില്ല, അസിസ്റ്റന്റ് ട്രാക്ക് മെഷീന്റെ പ്രൊമോഷൻ വന്നിട്ട് ട്രാക്ക് മെഷീൻ മെയിൻ്റനർ ആയിട്ടാണ്, GM ആയിട്ട് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നത് കേട്ടോ. അവിടെയും ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ബാക്കി പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് പോവാം. ഓക്കെ, 3 വർഷം മതി. ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെയിലിലേക്ക് എഴുതാം. അപ്പൊ അവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി മെയിലിലേക്ക് പോകാനായിട്ട് എന്ത് വരത്തില്ല, വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ മാത്രമേ ഈ ടെസ്റ്റ് എന്ത് ചെയ്യത്തുള്ളൂ, എഴുതത്തുള്ളൂ. അതേസമയം മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലോ ആ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ടെസ്റ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത പോസ്റ്റ് വന്നിട്ട് ട്രാക്ക് മെയിൻ്റനർ ആണ്. ഓക്കെ, ട്രാക്ക് മെയിൻ്റനർ. അപ്പൊ ട്രാക്ക് മെയിൻ്റനർ എന്ന് വെച്ചാൽ ഇതൊരു ഗ്രൂപ്പ് വർക്കാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് വർക്ക് കണ്ടായിരുന്നു. ഈ ജോലിക്കാരെ നിങ്ങൾ കണ്ടായിരുന്നു, ഇവിടെ ഇവരിങ്ങനെ പാളമൊക്കെ നന്നായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര്. എന്റെ പൊന്നു മക്കളെ, ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഈ പോസ്റ്റ് ആണ്. പക്ഷേ പണി എന്നൊക്കെ പറഞ്ഞ് ഒരു ഒന്നൊന്നര ജോലിയാണ് കേട്ടോ, ഭയങ്കര പാടാണ്. അവളെ ഏറ്റവും പാടുള്ള ജോലി ഇതാണ്. പക്ഷെ നല്ല ശമ്പളമാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ 35,000 പ്ലസ് നിങ്ങൾക്ക് സാലറി കിട്ടും. പക്ഷെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഈ ജോലി കിട്ടി പോയിട്ടുണ്ട്. പക്ഷെ അവര് ഒരു LGS കിട്ടിയാൽ വരെ, നമ്മുടെ കേരള PSC ഒരു LGS കിട്ടിയാൽ അവർ നേരെ എങ്ങോട്ട് വരത്തുള്ളൂ, LGS ചൂസ് ചെയ്യത്തുള്ളൂ. ഇച്ചിരി പാടാണ്. ഒന്ന്, ഇത്രയും വെയിൽ അവിടെ നിന്ന് കൊള്ളണം. 2, ഇത് അപകട സാധ്യത ഭയങ്കര കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ബാക്കിയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, ജോലി എന്താണ്? ട്രാക്ക് മെയിനറിന്റെ ജോലിയാണ്. ട്രാക്കുകൾ പരിപാലിക്കുന്നു. അത് കഴിഞ്ഞ് ട്രാക്കുകളുടെ തകരാർ എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക. ട്രാക്ക് ലൈനിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും എന്ത് ചെയ്യുക, നോക്കുക. അപ്പൊ ഇവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. സോ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ റിസ്ക് ഉള്ള ഒരു ജോലിയാണ്. സോ ലോ വിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞാൽ ഹിയറിംഗിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി പ്രൊമോഷൻ കിട്ടി മെയിലിലേക്ക് പോകാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ജോലി വളരെ അത്യാവശ്യമാണ്, പക്ഷെ കഷ്ടപ്പെടാൻ നിങ്ങൾ എത്ര വേണോ വില്ലിങ് ആണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പോസ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലാതെ ഒരു മനസമാധാനം, സന്തോഷം, പിന്നെ അത് കഴിഞ്ഞടുത്ത് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ വേക്കൻസി ഒക്കെ കൂടുതലാണ്. ഞാൻ അതും പറയാം. എങ്ങനെ ജോലി ഭയങ്കര പാടാണ്. ഓക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ പറ്റത്തില്ല, ജോലി പറ്റത്തില്ല. ഓക്കെ, കേരളത്തിൽ എല്ലാ സ്ഥലത്തും നിയമനം കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. ഈ അസിസ്റ്റന്റ് ബ്രിഡ്ജ് കേരളത്തിൽ നിയമനം കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അത് കഴിഞ്ഞടുത്ത് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ കേരളത്തിൽ നിയമനം കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അതേപോലെ പോവിൻസ്മാൻ കേരളത്തിൽ നിയമനം കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ട്രാക്ക് മെയിൻ്റെനർക്കും കേരളത്തിൽ എന്ത് കിട്ടും, നിയമനം കിട്ടും. നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് പെർമനന്റ് അസിസ്റ്റന്റ് PV. അസിസ്റ്റന്റ് PVയുടെ ജോലി എന്ന് വെച്ചാൽ ഹീസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റെനൻസ് ആൻഡ് സേഫ്റ്റി ഓഫ് ട്രാക്സ്, ബ്രിഡ്ജസ് ആൻഡ് ലെവൽ ക്രോസിംഗ്. അതായത് ട്രാക്കുകളെ കൃത്യമായിട്ട് പരിപാലിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതിലെ ബലാസ്റ്റ് ആയിക്കോട്ടെ, റെയിൽസ് ആയിക്കോട്ടെ, സ്ലീപ്പേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ പെർഫെക്റ്റ് ആണോ, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കുക. ട്രാക്കിലെ ജോലിയാണ് വരുന്നത്. സോ അസിസ്റ്റന്റ് PV എന്ന് പറഞ്ഞാൽ ട്രാക്കിലെ ജോലിയാണ് വരുന്നത്. ഇവിടെയും വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ്, B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. എന്ന് വെച്ചാൽ ട്രാക്കിലെ ജോലിയാണ്.
അപ്പൊ നമുക്ക് ലോ വിഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത ഹിയറിംഗിന് പ്രശ്നം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെയും നല്ല ജോലിയാണ്. സോ സാലറി വന്നിട്ട് അത്യാവശ്യം നല്ല സാലറി ഇവിടെ നമുക്ക് കിട്ടാം. ഒരു 30+ സാലറി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 32+ സാലറി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ കേരളത്തിൽ ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ജോലി തന്നെയാണ്. ജോലി ഇച്ചിരി പാടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ. ഇത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത്. അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ. ഓക്കെ, അപ്പൊ ഇതിന്റെ ജോലി എന്ന് വെച്ചാൽ ജോലി ഇത്രയേ ഉള്ളൂ. എ കാരേജ് ആൻഡ് വാഗൺ ജോബ് പ്രൊഫൈൽ ഇൻ ദ റെയിൽവേ സെക്ടർ റിഫേഴ്സ് ടു എ പൊസിഷൻ റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് പാസഞ്ചർ കോച്ചസ്. അതായത് നമ്മൾ ആൾക്കാർ സഞ്ചരിക്കുന്ന കോച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാരേജ് എന്ന് പറയുന്നു. ഗുഡ്സ് വരുന്ന കോച്ചുകളെ നമുക്ക് എന്ത് പറയാം? വാഗൺ എന്ന് പറയാം. അപ്പൊ ഈ കാരേജിനെ വാഗണൊക്കെ എന്ത് ചെയ്യുക? അതിനെ റിപ്പയർ ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക. കണ്ടോ, ഇതേപോലെയൊക്കെ ആൾക്കാർ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടോ? ബ്രേക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇത് വാഗണുമായിട്ടൊക്കെ കറക്റ്റ് ആയിട്ട് ബാക്കിയെല്ലാം പിടിച്ചിരിക്കുന്നുണ്ടോ? എല്ലാം ഓക്കെ ആണോ? ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഓക്കെ ആണോ? അതൊക്കെ നോക്കുന്നത് ബാക്കിയെല്ലാം ചെയ്യുന്നത് ആരാണ്? ഈ ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിട്ട് B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണ്. വിഷൻ പ്രശ്നം ഉണ്ടെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഡെഫ് ആണെങ്കിൽ പക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഹിയറിംഗിന് പ്രശ്നമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൺ ലെഗ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ലോക്കോമോട്ടർ പ്രശ്നമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡോർഫിസം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആസിഡ് അറ്റാക്ക് വിക്ടിം ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് എന്ത് ചെയ്യാം? ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ വിഷൻ പ്രശ്നമുണ്ടെങ്കിൽ, ലോ വിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അവരൊന്നും തന്നെ ഈ പോസ്റ്റിന് പ്രിഫറൻസ് കൊടുക്കരുത്. നമ്മൾ എക്സാം എഴുതി ചുമ്മാ പ്രിഫറൻസ് കൊടുത്ത് കുറെ പോസ്റ്റ് വേസ്റ്റ് ആവുമെന്നല്ലാതെ ഒരു പ്രയോജനം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, ഇത് കേരളത്തിൽ ജോലി കിട്ടുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ഓക്കെ, കേരളത്തിൽ ജോലി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത്. പക്ഷെ കുറച്ച് സ്ഥലത്ത് മാത്രമേ എന്തുള്ളൂ? ഈ കാരേജ് ആൻഡ് വേഗൻ ഉള്ളൂ. എനിക്കൊന്ന് പാലക്കാട്, എറണാകുളം, കൊല്ലം ആ ഭാഗത്താണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് TRD, അസിസ്റ്റന്റ് ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ്, ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, എന്ന് വെച്ചാൽ എന്റെ പൊന്നു മക്കളെ, ഇത് ചില ആൾക്കാർ പറയും എളുപ്പമാണെന്ന് പറയും. പക്ഷെ ഒന്ന്, ഇതിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിന്റെ മേളിൽ കൂടെ ഈ ഇലക്ട്രിക് ലൈന് പോകുന്ന കണ്ടിട്ടുണ്ടോ? അതിൽ തട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രെയിൻ ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ ലൈനൊക്കെ എന്ത് ചെയ്യും? റിപ്പയർ ചെയ്യും. ഇതേപോലത്തെ ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയുടെ മേളിൽ കയറിയിട്ട് അവരെന്ത് ചെയ്യും? അവർ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യും. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജോലി ഇച്ചിരി പാടാണ് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല പാടുള്ള ഒരു പണിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു സന്തോഷമൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ പ്രിഫറൻസ്, ട്രാക്ക്മാൻ ആയാലും ഇതൊക്കെ പ്രിഫറൻസ് ലാസ്റ്റ് മാത്രം എന്ത് ചെയ്യാം? കൊടുക്കാം. അതേസമയം എനിക്ക് ജോലിയൊക്കെ വേണം, ഒക്കെയാണ്, പെട്ടെന്നല്ല, ഇതിന് വേക്കൻസി കുറവാണ്. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ കൊടുക്കരുത്. പാടാണ്, ജോലി ഇച്ചിരി പാടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിട്ട് B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ലൈനൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനുണ്ട്. അപ്പൊ വിഷൻ പ്രശ്നമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ഡെഫ് ആണെങ്കിലോ അല്ലെങ്കിൽ കേൾവി കുറവുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. വൺ ലെഗ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് നമുക്ക് ഡോർഫിസം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആസിഡ് അറ്റാക്ക് വിക്ടിം ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിയിട്ട് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം LDCE എക്സാം എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 3 വർഷം കഴിഞ്ഞ് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി പ്രൊമോഷൻ കിട്ടി മേലിലേക്ക് പോവാം. ഇതൊരു ട്രാവലിംഗ് അലവൻസ് ഒക്കെ ഉള്ളൊരു പോസ്റ്റ് ആണ്. 35+ നമുക്ക് സാലറി നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത്. ഇതും കേരളത്തിൽ ജോലി കിട്ടും കേട്ടോ. അപ്ലൈ ചെയ്താലും കേരളത്തിൽ ജോലി കിട്ടും. നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോം. അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോം അത്യാവശ്യം നല്ലൊരു ജോലിയാണ്, സന്തോഷമുള്ള ഒരു ജോലിയാണ്. ഓക്കെ ആണ്. അപ്പൊ സാഹചര്യങ്ങൾക്കനുസരിച്ച് ട്രെയിനുകൾക്ക് സിഗ്നലുകൾ നൽകുക, ഇതാണ് ഇവരുടെ ജോലിയായിട്ട് വരുന്നത്. ഇവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആൻഡ് C1 ആണ്. എന്ന് വെച്ചാൽ 3 സ്ഥലത്താണ് ഇവിടെ അഡ്വൈസ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് അഡ്വൈസ് കിട്ടുന്നതെങ്കിൽ, അതായത് ഇതിന്റെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് അഡ്വൈസ് കിട്ടുന്നതെങ്കിൽ അവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അങ്ങനെയാണെങ്കിൽ ലോ വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ കേൾവി കുറവുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡെഫ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. വൺ ലെഗ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ഡോർഫിസം ഉണ്ടെങ്കിലോ ആസിഡ് അറ്റാക്ക് വിക്ടിം ആണെങ്കിലോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതേസമയം നിങ്ങൾക്ക് ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ട്രാക്കുമായിട്ട് ബന്ധം വരുന്ന പോസ്റ്റുകളാണ്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് സങ്കല്പിച്ചോ, ട്രാക്കിലാണ് നിങ്ങൾക്ക് ജോലി വേണ്ടതെന്ന് സങ്കല്പിച്ചോ, അവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, കാര്യം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ത് വേണം? കൂടുതൽ വേണം. ഓക്കെ, അപ്പൊ അവിടെ നോക്കാം, അവിടെ ലോ വിഷൻ ആണെങ്കിലും അത്
അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ലോ വിഷൻ ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത ഡെഫ് ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊക്കെ വേറെ പ്രശ്നമൊന്നും വരത്തില്ല. നേരത്തെ പോലെ തന്നെ അപ്ലൈ ചെയ്യാം. വർക്ക്ഷോപ്പ് ആണെങ്കിൽ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 ആണ്. അവിടെയും ലോ വിഷൻ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡെഫ് ആണെങ്കിലോ ഹിയറിംഗിന് പ്രശ്നമുണ്ടെങ്കിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഒക്കെ എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണ്, വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് മെയിലിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടും. നിങ്ങൾക്ക് ഒരു IT നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി മെയിലോട്ട് പോവാം. ഡിപ്ലോമ ഉണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആയിട്ടോ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആയിട്ടോ JE ആയിട്ടോ മെയിലോട്ട് എന്ത് ചെയ്യാം, ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് പ്രൊമോഷൻ കിട്ടി പോവാം. ബിടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആയിട്ടൊക്കെ മെയിലോട്ട് പ്രൊമോഷൻ കിട്ടി പോവാം. ഓക്കെ, അത് കഴിഞ്ഞ് സാലറി 30+ നമുക്ക് സാലറി നമുക്ക് പ്രതീക്ഷിക്കാം. ഇവരുടെ ജോലിയാണ് ഈ ട്രെയിനിനെ മറ്റേ എന്ത് ചെയ്യുക, നമുക്ക് കറക്റ്റ് ഡിറക്ഷനിലേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. അതേപോലെ കറക്റ്റ് മീൻസ് ഇതേപോലത്തെ സാധനങ്ങളുള്ള ഈ ട്രാക്കിൽ കണ്ടിട്ടില്ലേ, അതിനൊക്കെ മെയിൻറ്റെയിൻ കൊടുക്കുക. സിഗ്നലൊക്കെ പക്കയായിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. അതേപോലെ ഈ റെയിൽവേ സ്റ്റേഷനകത്ത് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ ഒരു വലിയ മെഷീനൊക്കെ ഇല്ലേ, ട്രെയിനിനൊക്കെ സിഗ്നൽ എടുക്കുന്നത്, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതിനൊക്കെ നോക്കാനായിട്ട് ആരെ അസിസ്റ്റ് ചെയ്യുക, സ്റ്റേഷൻ മാസ്റ്ററൊക്കെ അസിസ്റ്റ് ചെയ്യുക. ഇതാണ് ഇവരുടെ ജോലിയായിട്ട് വരുന്നത്. ഇതും കേരളത്തിൽ ജോലി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. സന്തോഷമുള്ള ഒരു പോസ്റ്റാണ്, വേറെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത പോസ്റ്റ് വന്നിട്ട് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ. അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് വരുന്നത്. അപ്പൊ ഇവരുടെ ജോലിയാണ് ദാ ഈ കാണുന്ന ഈ സ്ഥലം കണ്ടായിരുന്നു. അതായത് ഡീസൽ എഞ്ചിനുകൾ, ഡീസൽ ലോക്കോമോട്ടീവ്സിന് എന്ത് ചെയ്യുക, റിപ്പയർ ചെയ്യുക, നന്നാക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ജോലിയായിട്ട് വരുന്നത്. ഇത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ്. വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിട്ട് B1 ആണ് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഈ പോസ്റ്റിലേക്ക് ലോ വിഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഡെഫ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഹിയറിംഗിന് പ്രശ്നമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, 1 ലെഗ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡോർഫിസം ആയിക്കോട്ടെ, ആസിഡ് അറ്റാക്ക് വിക്ടിം ആയിക്കോട്ടെ, ഇവർക്കൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതും അതുപോലെ തന്നെ 3 വർഷം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് മെയിനിലേക്കുള്ള പോസ്റ്റുകളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോ ഇവിടെ സാലറി 30+ ആണ് നമുക്ക് സ്റ്റാർട്ടിങ് എന്ത് കിട്ടുന്നത്, സാലറി കിട്ടുന്നത്. നെക്സ്റ്റ് വൺ അടുത്ത മക്കളെ 30+ ഒന്നും നോക്കണ്ട. അതായത് ഇപ്പൊ ഗവൺമെന്റ് 8th പേ കമ്മീഷൻ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. 2027 മുതൽ 8th പേ കമ്മീഷനിലാണ് സാലറി കിട്ടാൻ പോകുന്നത്. ഏറ്റവും ചുരുങ്ങിയത് സ്റ്റാർട്ടിങ് കയറുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു 45 മുതൽ 50 രൂപയായിരിക്കും എന്ത് വരുന്നത്, സാലറി കയ്യിൽ കിട്ടാൻ പോകുന്നത്. പിന്നെ ഒന്നും നോക്കണ്ട, ഏറ്റവും മികച്ച ശമ്പളം. ഇവിടത്തെ ഒരു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പോലെ എന്ത് ചെയ്യത്തില്ല, ഇത്രയും സാലറി കിട്ടത്തില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത പോസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ. നേരത്തെ പറഞ്ഞ സെയിം സാധനം, മെക്കാനിക്കൽ ട്രെയിനുകളാണെങ്കിൽ ഇത് ഏത് ട്രെയിനാണ്, ഇലക്ട്രിക്കൽ ട്രെയിൻ ആണ്. അപ്പൊ ഈ ഇലക്ട്രിക്കൽ ട്രെയിനുകളുടെ റിപ്പയറിംഗ് ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, നടത്തുക. മാത്രമല്ല ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ജോലി എവിടെ കിട്ടത്തില്ല, കേരളത്തിൽ കിട്ടത്തില്ല. കേരളത്തിൽ എന്തില്ല, അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജോലി എന്തില്ല, ഈ ജോലി വന്നിട്ട് കേരളത്തിൽ കിട്ടില്ല. ഓക്കെ, അടുത്ത് നമുക്ക് ചെന്നൈയിലോ തൃശ്ശിയിലേക്കായിരിക്കും നമുക്ക് നിയമനം കിട്ടുന്നത്. പക്ഷെ ഭാവിയിലൊക്കെ എന്ത് ചെയ്യാം, വരാം. അപ്പൊ ഇവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ഇത് നമുക്ക് ഡീസൽ ഷെഡും കിട്ടാം, ഇലക്ട്രിക്കലും കിട്ടാം. രണ്ടിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 തന്നെയാണ്. സോ ലോ വിഷൻ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ ഹിയറിംഗിന് പ്രശ്നമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, 1 ലെഗ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. വേറെ പ്രശ്നമൊന്നും വരത്തില്ല, എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സാലറി 30+ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സാലറി നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ നെക്സ്റ്റ് അടുത്ത് നോക്കി അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ. അതായത് അസിസ്റ്റൻസ് ഓപ്പറേഷൻ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പൊ ഇവരുടെ ജോലിയാണ് എന്താ ജോലി, വർക്ക് റിലേറ്റഡ് ടു ഓൾ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ഡ്യൂട്ടി നോർമലി. ഓക്കെ, ഒരു ട്രെയിൻ ആയിക്കോട്ടെ, ട്രെയിൻ വരത്തല്ല, കൂടുതലും സ്റ്റേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കേടുപാടുകളുള്ള എന്ത് ചെയ്യുക, പരിഹരിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ജോലിയായിട്ട് വരുന്നത്. then അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് നമുക്ക് 2 സ്ഥലത്തും നമുക്ക് ജോലി കിട്ടാം. പ്രൊഡക്ഷൻ യൂണിറ്റിലും നമുക്ക് ജോലി കിട്ടാം, വർക്ക്ഷോപ്പിലും ജോലി കിട്ടാം, റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജോലി കിട്ടാം. ഓക്കെ, അപ്പൊ ഇവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും വർക്ക്ഷോപ്പ് ആണെങ്കിലും വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിട്ട് C1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഇവിടെ ലോ വിഷൻ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ദെൻ ഡെഫ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, 1 ലെഗ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, അടുത്ത ഡോർഫിസം ആണെങ്കിലോ എന്താണെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും, വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷേ ജനറൽ സർവീസ് വരികയാണെങ്കിൽ അവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. പക്ഷേ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയാലും അവിടെയും ലോ വിഷൻ ഉള്ളവർക്കും ബാക്കിയെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഡെഫ് ആണെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ട് വരുന്നില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ പ്രൊമോഷൻ, നമുക്ക് 3 വർഷം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻ കിട്ടി മെയിലേക്ക് പോവാം. ഇവിടെ സാലറി 30+ നമുക്ക് സാലറി കിട്ടും. ഓക്കെ, ഇതിന്റെയും പ്രശ്നം ഇതാണ്, പ്രൊഡക്ഷൻ യൂണിറ്റോ എന്നും കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് കിട്ടണമെങ്കിൽ നേരെ നമുക്ക് ജോലി ഇവിടെ പോവേണ്ടി വരും, തമിഴ്നാട്ടിലെ ചെന്നൈയിലോ അങ്ങോട്ടൊക്കെ നമുക്ക് പോവേണ്ടി വരും. പക്ഷേ സ്റ്റേഷനിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കേരളത്തിൽ നമുക്ക് നിൽക്കാം. ക്ലിയർ ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷൻ.
അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷൻ, ഇത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ്. വേറെ ഒന്നുമില്ല, ട്രെയിനിന്റെ ലൈറ്റുകളും അതേപോലെ എയർ കണ്ടീഷൻസ് ഇതിനൊക്കെ എന്ത് ചെയ്യുക, റിപ്പയർ ചെയ്യുക, പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കുക, അതിനുവേണ്ടി അസിസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ ജോലിയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിലാണെങ്കിൽ, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 അതിന് താഴെയോ മതി. പക്ഷേ ആൾക്കാരുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോഴാണ് നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂട്ടി വേണ്ടത്. അവിടെ നോക്കുക, ജനറൽ സർവീസ് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിട്ട് B1 ആണ്. അതായത് ട്രെയിൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത്. അവിടെയും പക്ഷേ ലോ വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ബ്ലൈൻഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പ്രൊഡക്ഷൻ യൂണിറ്റിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ത് മതി, C1 മതി. സോ ബ്ലൈൻഡ് ആണെങ്കിലോ ലോ വിഷൻ ആണെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കേൾവി കുറവുണ്ടെങ്കിലും ഈ 2 പോസ്റ്റിലേക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കി PWD കാൻഡിനേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷേ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ എന്തില്ല, കേരളത്തിലില്ല. അല്ലാതെയുള്ള ട്രാക്കിലുള്ള ജോലി, റെയിൽവേ സ്റ്റേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികളൊക്കെ നമുക്ക് ഈ പോസ്റ്റ് ആയാലും കിട്ടും, ബുദ്ധിമുട്ട് വരത്തില്ല. ടെസ്റ്റ് എഴുതി നമുക്ക് 3 വർഷം കഴിഞ്ഞാൽ മെയിനിലേക്ക് പോവാം. 30+ ആയിരിക്കും നമുക്ക് സാലറി വരുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് AC വർക്ക്ഷോപ്പ്. നേരത്തെ പറഞ്ഞതിന്റെ വർക്ക്ഷോപ്പിലെ പോസ്റ്റ്. ഓക്കെ, അതായത് AC പ്രൊഡക്ഷൻ, ട്രെയിൻ ലൈറ്റിംഗ് പ്രൊഡക്ഷൻ, അതിന്റെ മെയിൻ്റനൻസ് വർക്ക്ഷോപ്പിലെ പോസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ ടൂൾസും ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, എടുത്ത് ജയിക്കും, അതിന് മേലുള്ള ടെക്നീഷ്യനൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക, അവരെ അസിസ്റ്റ് ചെയ്യുക. സോ ലെവൽ 1 പോസ്റ്റുകളുടെ പ്രധാന ജോലി അസിസ്റ്റൻസ് ആണ്. മെയിനിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക. ഇവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 ആണ്, വർക്ക്ഷോപ്പ് ആണ്. സോ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 ആണ്. അവിടെ ബ്ലൈൻഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ലോ വിഷൻ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഡെഫ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, കേൾവിക്കുറവാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. 1 leg ആണെങ്കിലും അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത ലോക്കോമോട്ടർ പ്രശ്നമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഓർഫിസം ആണെങ്കിലോ ആസിഡ് അറ്റാക്ക് വിക്ടിം ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ഡിസ്ഫങ്ഷണാലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. 30+ ആയിരിക്കും സാലറി കിട്ടുന്നത്. പക്ഷെ കേരളത്തിൽ കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ. അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് വരുന്നത്. ജോലി എന്താണ്, കോച്ചുകളുടെ വാഗനുകളുടെയും അറ്റകുറ്റപ്പണികൾ, കോച്ചുകളുടെ സുരക്ഷ പരിപാലനമൊക്കെ എന്ത് ചെയ്യുന്നു, ഉറപ്പാക്കുന്നു. ഇതാണ് അവരുടെ ജോലി. മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 ആണ് വേണ്ടത്, വർക്ക്ഷോപ്പിലെ ജോലിയാണ്. സോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിട്ട് C1 ആണ്. കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഇല്ല, കുറവാണ്. അപ്പൊ ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത് C1 ആണ്. സോ ബ്ലൈൻഡ് ആണെങ്കിലോ ലോ വിഷൻ ആണെങ്കിലോ ഡെഫ് ആണെങ്കിലോ ഹിയറിംഗിന് പ്രശ്നമുണ്ടെങ്കിലോ 1 leg ആണെങ്കിലോ നമുക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ 3 വർഷം കഴിഞ്ഞ് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മുകളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇത്രയുമാണ് 14 പോസ്റ്റുകൾ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ 14 പോസ്റ്റുകളുടെ ജോലി എന്താണ്? ഇവിടെ നോക്കുക, ഫസ്റ്റ് ഈ കാണുന്നതാണ് 14 പോസ്റ്റുകൾ. ഇവിടെ നോക്കി, ഇത് ചെന്നൈയിൽ ഇപ്പോൾ വന്ന വേക്കൻസിയാണ്, കണ്ടായിരുന്നോ? ചെന്നൈയിൽ ഇപ്പോൾ വന്ന വേക്കൻസീസ് ആണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നോക്കുക, ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വർക്ക്ഷോപ്പിലെ പോസ്റ്റുകൾ കണ്ടായിരുന്നു. അതായത് 2, 3 മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്. അപ്പൊ ഒന്ന് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ്, ICF ആണ്, കണ്ടായിരുന്നു. രണ്ടാമത് കിടക്കുന്നത് ICF ആണ്. അത് നല്ല വൃത്തിയൊക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ്, അവിടെ നിങ്ങൾക്ക് വയ്ക്കാം, അത്യാവശ്യം വേക്കൻസി ഒക്കെ ഉണ്ട്, അത് നല്ല ജോലിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പക്ഷേ ഈ 2 സ്ഥലങ്ങൾ, അതായത് രണ്ടാമത് കിടക്കുന്ന അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്, അത് കഴിഞ്ഞ അടുത്ത അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ട്രെയിൻ ലൈറ്റിംഗ് AC വർക്ക്ഷോപ്പ്. അപ്പൊ ഇതേപോലുള്ള വർക്ക്ഷോപ്പിലെ പോസ്റ്റുകളൊക്കെ, അതേപോലെ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ, ഇതേപോലെ വർക്ക്ഷോപ്പിലെ പോസ്റ്റുകളൊക്കെ തന്നെ നമുക്ക് കേരളത്തിൽ എന്ത് കിട്ടത്തില്ല, ജോലി കിട്ടത്തില്ല. ബാക്കിയുള്ള പോസ്റ്റുകളൊക്കെ എന്ത് കിട്ടും, കേരളത്തിൽ ജോലി കിട്ടും. പക്ഷെ ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ജോലി കിട്ടാത്തത്. ഭാവിയിൽ ഇവിടെയൊക്കെ വന്നാൽ നമുക്ക് എന്ത് കിട്ടാം, നമുക്ക് ജോലി കിട്ടാം. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത്, ഇപ്പൊ നിങ്ങൾ വേറെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് വേണം, നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റ് ഏതാണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് ചിലപ്പോൾ ഞാൻ എനിക്ക് കാഴ്ചക്കുറവുണ്ടെന്ന് സങ്കല്പിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കുറേ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ഡെഫ് ആണെന്ന് സങ്കല്പിക്കുക, കുറേ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡ്, നിങ്ങൾക്ക് ഉള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏതാണ് അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് എടുക്കണം. ഞാൻ കുറച്ച് നല്ല ജോലികൾ പറഞ്ഞുതരാം. ഒന്ന്, അസിസ്റ്റന്റ്. ഇപ്പൊ എൻ്റെ ഒരു പ്രിഫറൻസ് പറയുകയാണെങ്കിൽ, പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരാളാണ്, എവിടെ വേണോ ജോലി ചെയ്യാൻ പുള്ളി വില്ലിങ് ആണ്, മനസ്സിന് സന്തോഷം മാത്രം മതി, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് പ്രിഫറൻസ് സെപ്പറേറ്റ് ആയിട്ട് ഒരു അടിപൊളി വീഡിയോ ചെയ്യാം. പക്ഷെ ഇത് ജസ്റ്റ് പോസ്റ്റുകളുടെ ഒരു സന്തോഷം വെച്ച് പറയുകയാണെങ്കിൽ, അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്, രണ്ടാമത് കിടക്കുന്ന ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, നല്ല ജോലിയാണ്, നല്ല സ്ഥലമാണത്. അതേപോലെ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ, അത് 44 വേക്കൻസി അൺറിസർവ്ഡ് കാറ്റഗറിക്ക് കിടപ്പുണ്ട്. ബാക്കി നിങ്ങൾക്ക് വേക്കൻസി ഒക്കെ അറിയാം, നല്ല പോസ്റ്റാണ്, വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. അതേപോലെ തന്നെ നെക്സ്റ്റ് അടുത്ത നല്ല ജോലി എന്ന് പറഞ്ഞാൽ പോയിന്റ്സ്മാൻ, വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല ജോലിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ, വലിയ കുഴപ്പമില്ല. അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോം, വലിയ കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷൻ, വലിയ പ്രശ്നം വരത്തില്ല. ഇതിനകത്ത് ഭയങ്കര പോയിന്റ്സ്മാൻ ഒക്കെ നല്ല ജോലിയാണ് കേട്ടോ, വലിയ കുഴപ്പമില്ല. അടുത്ത
ഇതിനകത്ത് ഇച്ചിരി പാടുള്ള ജോലിയാണ് ട്രാക്ക് മെയിൻ്റനർ, നല്ല പാടാണ്. അതേപോലെ തന്നെ TRD, അസിസ്റ്റന്റ് TRD, നല്ല പാടുള്ള ഒരു ജോലിയാണ്. പിന്നെ ബാക്കിയൊന്നും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. വർക്ക്ഷോപ്പിലൊക്കെ ജോലിയാണെങ്കിൽ സുഖമാണ് കേട്ടോ. നമ്മളെ ഡ്യൂട്ടി സമയം മാത്രം നമ്മൾ ജോലി ചെയ്താൽ മതി. 8 മണിക്കൂർ പോവുക, ഷിഫ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക, നല്ല ജോലിയാണ്. പക്ഷേ ഈ ട്രാക്ക് മെയിൻ്റനർ അതേപോലെ TRD ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ലൈനിലൊക്കെ നിന്ന് നമ്മൾ വെയിലൊക്കെ അടിച്ച് എന്ത് ചെയ്യും, നല്ല പരുവാകും. അപ്പൊ അതേപോലെ അപ്പൊ ഇത്രയാണ് ഓരോ പോസ്റ്റുകളുടെ ജോലി സ്വഭാവം. ഇനി നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏതൊക്കെയാണ് സന്തോഷം, നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിയാണോ, സന്തോഷമാണോ, ബുദ്ധിമുട്ടുള്ള ജോലിയാണോ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ നല്ല മനസ്സിലാക്കിയതിന് ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാവും, നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവും. ഓക്കെ, അല്ലാതെ പെട്ടെന്ന് ഒരു ആവേശത്തിലും കയറി എന്ത് ചെയ്യേണ്ട, അപ്ലൈ ചെയ്യേണ്ട. പതുക്കെ സമാധാനത്തോടെ ആലോചിച്ചൊക്കെ മാത്രം എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് അപ്ലൈ ചെയ്യാൻ വേണം, അതേപോലെ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മളൊരു തകർപ്പൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ആ ബാച്ചിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതായത് 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച ക്ലാസ്സസ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കും. ഓക്കെ, മാത്രമല്ല മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും. അതായത് ഇത് ഇവിടെ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ പോയാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ജസ്റ്റ് PPT ഇംഗ്ലീഷിലായിരിക്കും, മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യും, എന്നിട്ട് 2 നോട്ട് തരും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും സെപ്പറേറ്റ് ക്ലാസ് നിങ്ങൾക്ക് തരും. മാത്രമല്ല മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരും. അതായത് ക്ലാസിന്റെ PPT അല്ല നോട്ടായിട്ട് തരുന്നത്, മറിച്ച് എങ്ങനെയാണ് പ്രിന്റ് റെഡി ആയിട്ടുള്ള പറയുന്ന എല്ലാ പോയിന്റ്സും ഉള്ള പക്കയായിട്ടുള്ള PDF നിങ്ങൾക്ക് നോട്ടായിട്ട് തരും. മാത്രമല്ല മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അതായത് CBT മോഡലിൽ തന്നെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. സോ നിങ്ങളുടെ വിജയത്തിനായിട്ട് മനുഷ്യ സാധ്യമായതെല്ലാം ഇവിടെയുണ്ട്. ജോയിൻ ചെയ്യാം കേരളത്തിലെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഉറപ്പായിട്ടും അവർ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോറി, അതെന്റെ നമ്പറാണ്. ഓക്കെ, എന്നെ വിളിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ വന്നിട്ട് ഇതാണ് 8281223366. ഓക്കെ, ഇതാണ് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ. പെട്ടെന്ന് നിങ്ങൾക്ക് അസിസ്റ്റൻസും ബാക്കിയെല്ലാം കിട്ടും. സോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ് ഒക്കെ എന്തായിരിക്കും, പൊളിയായിരിക്കും. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക. ഒരു 6 മാസം മാറ്റി വെച്ച ലൈഫൊക്കെ സെറ്റായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഓരോ പോസ്റ്റ് നിങ്ങൾ ആലോചിക്കുക. മാത്രമല്ല ഒരുപാട് എഫേർട്ട് കൊടുത്താണ് എന്ത് ചെയ്തത്, ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ഒരുപാട് പേരെ ഓരോ പേരെ വിളിച്ചു, അവരുടെ ജോലി എന്താണ്, കഷ്ടപ്പെടണം, അതൊക്കെ മനസ്സിലാക്കി അത്യാവശ്യം നല്ലൊരു എഫേർട്ട് കൊടുത്താണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്തേക്കുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് ഷെയർ ചെയ്തേക്കുക. സോ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.